ഹായ്. ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് സംസാരിക്കാമെന്നുള്ളൊരു ഇതിൽ. ലൈവ് എന്തോ എനിക്കാരും വരുന്നില്ല, അപ്പോൾ കാരണം ഞാൻ ലൈവ് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ തരണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. അത് ഇഷ്ടപ്പെടുന്നവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇഷ്ടപ്പെടാത്തവർ ചെയ്യണമെന്നില്ല. ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ഒരു വ്യക്തി അത് ആരാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്തായാലും അവർക്കറിയാം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. എനിക്കെതിരെ ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട്. ആരും കമൻ്റ് ഇടാറില്ലേ, പക്ഷേ ഈ വീഡിയോക്ക് എനിക്കെതിരായിട്ട് പറയാൻ വേണ്ടി മാത്രം കമൻ്റ് ഇടുന്ന ആൾ. പക്ഷേ അത് അവരോട് ഞാൻ റിയാക്ട് ചെയ്യലൊന്നുമില്ല, റിയാക്ട് ചെയ്യാൻ പോവില്ല. കാരണം അത് എനിക്ക് കുറച്ചൊരു മാന്യത ഉണ്ട്, അതുകൊണ്ട് കേട്ടോ. കാരണം എന്താണ് റിയാക്ട് പിന്നെ നമ്മൾ അവരും കൂടി സമായില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അവർ പറയുന്നവർ പറയട്ടെ എന്നുള്ളൊരു മൈൻഡിൽ ഞാനതങ്ങ് റിമൂവ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ചാനലിൽ കിടക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് കേട്ടോ റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതികരിക്കാൻ പോവില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നവർ കാണാൻ, ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർക്ക് പോവാം. നമ്മളാരും നിർബന്ധിച്ച് കാണിപ്പിക്കുന്നില്ലല്ലോ. കാരണം നമ്മളിപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഞാൻ കാണുള്ളൂ കേട്ടോ. അത് വ്ളോഗായാലും ശരി, ട്രാവലായാലും എന്ത് കാര്യമായാലും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം മോളില്ല കേട്ടോ. മോളുള്ള സമയത്ത് മോളിനോട് പറയും, എന്തിനാ അമ്മ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് എന്തായാലും നമ്മളെ മേത്തട്ടണില്ലല്ലോ എന്നറിയോ. പക്ഷെ എന്നാലും എനിക്കത് എന്തോ പോലെ ഒരു മനസ്സിനൊരു ഇതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ നമ്മളെ ഇഷ്ടത്തിനാണ് നടക്കുക. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ മറ്റൊരാൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഫാമിലിയോ റിലേറ്റീവോ ഒക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അംഗീകരിക്കും, അക്സെപ്റ്റ് ചെയ്യുമോ. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നമ്മളോട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അവർ ഈ വീഡിയോ കണ്ടാൽ തന്നെ എനിക്കൊരു പ്രശ്നമില്ല, കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും. പിന്നെ എന്താ വെച്ചാൽ ഞാൻ തിരിച്ച് മറുപടി പറയാത്തത് എനിക്കറിയാത്തതുകൊണ്ടോ അല്ല, ഇനി എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, അതിനുള്ള ആളില്ലാത്തതുകൊണ്ടോ അല്ല. പക്ഷെ ഞാനതിനെ നിൽക്കില്ല. പിന്നെ നമ്മളും അവരും സമമാണ്. പിന്നെ നമ്മളവരും തുല്യമാണ്. അപ്പം ഞാനവർ വേറെ കണ്ണിലാണ് കാണുന്നത്. അപ്പം ഞാൻ അവർക്ക് തുല്യമായാൽ ഞാനില്ലേ പിന്നെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് ഇതെന്താ സംഭവം എന്നൊന്നും അറിയണ്ടാവില്ല. എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്താണോ എന്നൊക്കെ വിചാരിക്കുമോ. അത് വേറെ സംഭവമാണ്. അതൊക്കെ അങ്ങനെ ഒരു വിഷയം പുറത്തേക്ക് ഇനി വരികയാണെങ്കിൽ ഞാൻ പറയണ്ടേ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. എനിക്കങ്ങനെ മറിഞ്ഞ് കിടക്കാനാണ് ഇഷ്ടം. അത് എന്ത് കാര്യമാണ് കേട്ടോ. പേഴ്സണൽ കാര്യങ്ങളൊന്നും പുറത്താക്കണ്ട എന്നുള്ളൊരു ഇതിലുള്ള ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മളെ ഇഷ്ടത്തിനാണ്. നമ്മളെ കഴിവ് നമ്മൾക്കല്ല തന്ന കരുണ, അല്ല തന്ന അനുഗ്രഹങ്ങളുണ്ട്, അതൊന്നും മറക്കില്ല. എന്ന് വെച്ചാൽ അതിൽ കുറേ കഷ്ടപ്പാടും പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമ്മൾ തളരൂല, തളരരുത്. തളർന്നാൽ പിന്നെ നമ്മളില്ലല്ലോ, അങ്ങനെയല്ലേ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ വിധി പിടിക്കും, രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ യൂട്യൂബ് ചെയ്യുന്നതിന് നമ്മൾ ഇങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. യൂട്യൂബ് ചെയ്തിട്ട് എന്ത് കിട്ടാൻ, എൻ്റെ സ്വന്തക്കാരെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യൂല കേട്ടോ. കാരണം എനിക്കെന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ആയാൽ നമുക്കൊന്ന് പെട്ടെന്ന് കിട്ടും നമ്മൾ പ്രതീക്ഷിച്ച് ചാടി കയറില്ല കേട്ടോ. അന്ന് നാളെ ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും. പക്ഷേ എങ്കിലും നമ്മളൊരു മൈൻഡിൽ കിടക്കുന്നുണ്ടല്ലോ, ശരിയാവും, ഒക്കെ ശരിയാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോകും. ഇന്നലേക്ക് നാളെ എത്തും എന്നുള്ളതിൽ അപ്പോൾ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ പോവാണ്. എന്തായാലും ശരിയാവുമായിരിക്കും. വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ചെയ്തോ എനിക്ക് നല്ല മെച്ചപ്പെടും എന്നൊക്കെ. പക്ഷെ അത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം കൂടെ ഒരാൾ ക്യാമറ എടുത്ത് തരാൻ വേണം. അതിനെപ്പറ്റി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ക്യാമറ നല്ല രീതിയിൽ എടുത്ത് തരണം. പിന്നെ എനിക്ക് എൻ്റെ മോളത് ഞാൻ എടുത്ത് കൊടുക്കും. പക്ഷെ എനിക്ക് മോളെടുത്ത് തന്നാൽ ശരിയാവില്ല കേട്ടോ. അത് കാരണം പിന്നെ ഇങ്ങനെ വീടോ നമ്മളെ പരിസരമൊന്നും ഫുള്ളായിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. കൂടുന്നുണ്ട് കേട്ടോ. അവർ കൂടുമ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്. ഒറ്റയ്ക്കേ ഉള്ളൂ, ഏടത്തി അപ്പുറത്താണ്. പിന്നെ മോള് വന്നിട്ടില്ല. ഞാനിപ്പം മോളെ വിളിക്കാൻ കുടയൊക്കെ തപ്പണം. കുടയൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അന്ന് നമ്മൾ വെച്ചാണ്ട് പോയതായിരുന്നു. ഇപ്പോൾ കുറേ ആയാലും മഴ പെയ്തിട്ട്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇപ്പം ഇന്ന് പെയ്യുന്നത്. അപ്പോൾ കാരണം ഇനിയിപ്പൊക്കെ തപ്പി തിരഞ്ഞെടുക്കണം. ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ട് വേണം. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? കേൾക്കുന്നുണ്ടാവില്ലേ ക്യാമറയിൽ ഇങ്ങനെ കൂടുമ്പോൾ ഒരു മനസ്സിനൊരു ഭയം. നല്ല കുറച്ച് ദിവസം മുന്നേട്ടാ അന്നാണ് പെയ്തത്. അന്നിട്ട് ദിവസം ഒരു മഴ കൊണ്ട് പെയ്ത് രാത്രിയിൽ. അതുവരെ വെയിലായിരുന്നു കേട്ടോ. പെട്ടെന്ന് പെയ്തു, നല്ല ഇടിയാണ്ട് വെട്ടി. പെട്ടെന്ന് ഇടിയാണ്ട് പോവുകയും ചെയ്തിട്ടാ. പക്ഷെ എന്നാലും മനസ്സിലൊരു പേടിയാണ്. എല്ലാവർക്കും അങ്ങനെ പേടിയുണ്ടാകും. എനിക്ക് ഭയങ്കര പേടിയാട്ടോ. എനിക്ക് ഇടിയൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ അപ്പം ഞാൻ മോളെ വിളിച്ചുകൊടുത്തിട്ട് ഇനി മേലൊക്കെ കഴുകി ഫുഡൊക്കെ കൊടുത്തിട്ട് ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോകും. ഏട്ടത്തിൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെ കേട്ടോ. ഒക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കേണ്ട ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഇതാ ക്ലാരിറ്റി കുറവാന്ന് തോന്നുന്നുണ്ടല്ലേ, നമ്മളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കണ കാരണേ. ഓരോരുത്തരിങ്ങനെ ഞാനിങ്ങനെ തകർന്ന് പോയിക്കോട്ടെ വെച്ചിട്ട് കാത്തിരിക്കണവരാട്ടോ. എല്ലാവരും അല്ല കേട്ടോ, ഒന്ന് രണ്ട് ആൾക്കാരാണ്. അത് എന്താ കാരണം എന്നൊന്നും അറിയില്ല. മറ്റൊരാൾ നന്നാവരുതെന്ന് ചിന്തിക്കണവരല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് പറ്റാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കമൻറ്റ് അങ്ങനെ വരുന്നത്. ഞാൻ നിർത്തി പോകാൻ വേണ്ടിയിട്ടാവും. പക്ഷെ ഞാൻ വെച്ച കാല് പിന്നോട്ട് എടുക്കൂല കേട്ടോ. അതിന് ഇതിൻ്റെ അപ്പുറം എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടിയില്ല. അങ്ങനെ
അങ്ങനെ ഒരു മൈൻഡിലുള്ള ഒരാളാട്ടോ ഞാൻ ജീവിക്കണതിൻ്റെ മോൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കത് ഓൾക്ക് എന്തെങ്കിലും ബാധിക്കുന്ന കാര്യം മാത്രമേ ഞാൻ നോക്കുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറമുള്ള കാര്യമൊന്നും ഞാൻ നോക്കൂലേ. ഇതിങ്ങനെ എല്ലാവരും കേൾക്കുമ്പോൾ ഇരിക്കുന്നത് എന്തേക്കും ഇങ്ങനെ പറയുന്നത് ഇവളെന്ന് വിചാരിക്കും. പക്ഷെ അത് കേൾക്കേണ്ട ഒരാൾ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കണത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് കേട്ടോ. എപ്പോഴും എൻ്റെ വീഡിയോ എടുത്ത് കാണും, അത് കാണുന്നതുകൊണ്ടാണ് കമൻറ്റ് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എന്താണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനനുസരിച്ച് കമൻറ്റാണ് റിയാക്ട് ചെയ്തിട്ട് തരല്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല എന്താണാവെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാമെന്ന് മാത്രം. പിന്നെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പിന്നീട് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല.